ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റാഗി കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഒത്തിരി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഗോതമ്പിനെയും ചോറിനെയൊക്കെ അപേക്ഷിച്ച് ഒത്തിരി ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളിപ്പോൾ കൂവരം എന്നൊക്കെ പറയും, ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രഷ് ആയിട്ടുള്ള റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു 1/4 കപ്പും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഇടുന്ന അതേ സെയിം ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പിൻ്റെയും 1/2 കപ്പിൻ്റെയും ഇടയിലിരിക്കണം, ആ ഒരളവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണോളം അളവ് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. അതിലെ ഡർട്ടി പാർട്ടൊക്കെ മൊത്തം പോകാനായിട്ട് നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് കഴുകി 4-5 പ്രാവശ്യം കഴുകി വാട്ടർ നന്നായിട്ട് ക്ലീൻ ആവുന്നവരെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 3 മുതൽ 4 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് നമ്മൾ വെക്കണം. ജസ്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരമാണ് അരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ കുതിർത്തത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പകുതിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പകുതി രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് അരച്ചെടുക്കാം. എല്ലാം ഒരുമിച്ചിടുമ്പോഴേക്കും നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. ഇതിൻ്റെ കൂടെ ഞാൻ ബ്രൗൺ റൈസിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് റൈസിൻ്റെ ചോറ് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം, എത്രയും മുങ്ങിക്കിടക്കത്ത രീതിക്കുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെള്ളം കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒരു തരിയില്ലാണ്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. എക്സ്ട്രാ ഒരു വെള്ളം ആഡ് ചെയ്യേണ്ടതില്ല. നമ്മുടെ കൂരമൊക്കെ മുങ്ങിക്കിടക്കത്തക്ക രീതിക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഞാനൊരു ബൗളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള അതും കൂടെ നമ്മൾ ചേർത്ത് അരയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റ് കൊണ്ട് മൂടിയതിന് ശേഷം നമ്മൾ ഒരു 12 മണിക്കൂറെങ്കിലും ജസ്റ്റ് ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കണം. സാധാരണ നമ്മൾ ഇഡ്ഡലിയും ദോശയ്ക്കും മാവരച്ച് പുളിപ്പിക്കാൻ വെക്കുന്ന കണക്ക് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഏതാണ്ട് രാവിലെ ഞാൻ എടുത്തപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പുളിപ്പിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഉപ്പൊന്നും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നലെ മാവരച്ചപ്പോൾ തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫസ്റ്റ് നമ്മൾ ഇഡ്ഡലിയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രം എടുത്ത് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുകയാണ്. ആ ഇഡ്ഡലി തട്ടിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ഓയിലൊന്ന് കൈവച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഇഡ്ഡലിയൊക്കെ പെട്ടെന്നൊന്ന് ഇളകി വരാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഗോതമ്പൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒത്തിരി ഹെൽത്തിയാണ് നമ്മുടെ ഈ റാഗി കൊണ്ടുള്ള ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം ഞാനിത് 2 തട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി സാധാരണ ഇഡ്ഡലി വേവിക്കുന്ന കണക്ക് അടച്ച് വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഞാൻ നന്നായിട്ട് ഇഡ്ഡലി വെന്തിട്ടുണ്ട്. ഇത് വെന്തോന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കും ഉണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അതിലൊന്നും വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ അടുപ്പിൽ നിന്ന് എടുത്ത് ഈ 2 തട്ടും എടുത്ത് ഒന്ന് പുറത്ത് വെക്കുക. ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ തട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഏതാണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇഡ്ഡലിക്ക് ചുറ്റും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. നമ്മൾ അതിൽ എണ്ണ ബ്രഷ് ചെയ്തത് കാരണം നമ്മുടെ ആ തട്ടിലേക്ക് ഒന്നും ഒട്ടിയിട്ടില്ല. കറക്റ്റായിട്ട് നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നല്ല സോഫ്റ്റിയും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പോഞ്ചിയാണ് കേട്ടോ, ഒത്തിരി സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഫസ്റ്റ് ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെക്കുക. നമ്മൾ സാധാരണ ദോശ ചുടുന്ന കണക്ക് 1 സ്പൂൺ മാവ് എടുത്ത് ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അരി ദോശയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒത്തിരി ക്രിസ്പിയാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ചൊരു 1/4 ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഒരു സൈഡ് ഏതാണ്ട് ഇങ്ങനെ ആയതിനു ശേഷം ഞാനൊന്ന് തിരിച്ചിട്ടിട്ടും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ സൈഡും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ദോശ ഉണ്ടാക്കുമ്പോഴേക്കും ജസ്റ്റ് ഫ്ലെയിം വന്നിട്ട് എപ്പോഴും മീഡിയമിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.